ഇസ്രായേലിൽ പ്രതിരോധം അപ്പാടെ തകരുകയാണ്. ടെല്ലവീവ് കത്തിയമരുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതായിട്ട് ഇറാൻ അവകാശപ്പെടുകയും ചെയ്യുന്നു. അതിശക്തമായിരിക്കുന്ന കാഠിന്യമുള്ള മിസൈലാണ് ഇനി ഇസ്രായേലിലേക്ക് തങ്ങൾ പരീക്ഷിക്കുക എന്ന് 2 ദിവസം മുമ്പാണ് ഇറാൻ്റെ സൈനിക മേധാവി പ്രസ്താവിച്ചത്. അതോടനുബന്ധിച്ച് തന്നെ ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ള കഠിനമായിരിക്കുന്ന മിസൈലിൻ്റെ പ്രയോഗം തന്നെ ഇസ്രായേലിൻ്റെ നെറ്റിയിൽ ടെല്ലവീവിനോട് ചേർന്നുകൊണ്ട് നടത്തപ്പെടുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സർവ്വമേഖലയിലും തീക്കൂമ്പാരമാകുന്ന തരത്തിലാണ് സ്ഫോടക ശബ്ദങ്ങളും ആക്രമണങ്ങളും കേൾക്കുന്നത്. ജനങ്ങൾ ഭയവിഹ്വലരായിട്ട് ഓടുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബങ്കറുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടും ഇറാൻ ആക്രമണം നടത്തുന്നു. അപ്പോൾ ബങ്കറിൽ നിന്ന് ഇറങ്ങി ഓടിയവരാണ് എന്ന് അനുമാനിക്കാം. സുരക്ഷിത മേഖലയായിട്ട് ഇപ്പോൾ ബങ്കർ പോലും ഇല്ല എന്നുള്ളതാണ്. കഠിനമായിരിക്കുന്ന മിസൈലിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ബങ്കർ പോലും തകർന്നു പോകുന്ന തരത്തിലാണ്. ഒരു നിലയുടെ ബിൽഡിംഗ് ആണെങ്കിൽ പോലും അതിൻ്റെ അടിഭാഗത്ത് ബങ്കർ ഉണ്ടാവും. ഒരു വീടിൻ്റെ അടിഭാഗത്ത് ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ പോലും ബങ്കറുകൾ നിർമ്മിക്കണം എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിർബന്ധമായിരിക്കുന്ന നിയമമാണ്. അതുകൊണ്ട് പരമാവധി രാജ്യത്തിൽ ഏകദേശം ഒരു 90-95% ഏരിയയിലും ബങ്കറുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. ഇപ്പോൾ ബങ്കറിനെയും തകർക്കുന്ന തരത്തിലുള്ള മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. രാത്രി പകലെന്ന് വ്യത്യാസമില്ലാത്ത തരത്തിൽ ശക്തമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയെ തന്നെ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഇറാനിൽ ഇന്നലെ രാത്രിയും ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പലതും പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഈ ചൈനയുടെയും റഷ്യയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 100-ലധികം ആക്രമണമെങ്കിലും നടന്നിട്ടുണ്ട് എന്നാണ് അമേരിക്ക വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് സ്ഥിരീകരണം അന്താരാഷ്ട്ര മീഡിയയിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ല. പറയുന്ന കാര്യം അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ മിസൈൽ നഗരം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും മറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും ആ രാജ്യത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ചാരന്മാരുണ്ടെങ്കിൽ അവരെ സ്വാധീനിച്ചുകൊണ്ടും ഇറാൻ്റെ കൈവശത്തിലുള്ള മിസൈൽ നഗരം അങ്ങ് നഗരമുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു. അവരുടെ കൈവശത്തിൽ എണ്ണാതീരാത്തത്ര പർവ്വതം പോലെ കുന്നുകൂടി കിടക്കുന്ന മിസൈലുകളുടെ ഒരു എണ്ണമറ്റ മിസൈലുകൾ അവരുടെ കൈവശത്തിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്, വ്യത്യസ്ത രൂപത്തിലാണ്, വ്യത്യസ്ത ശക്തിയിലാണ്, വ്യത്യസ്ത തരത്തിൽ ഈ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ പോകുന്നു. അതിൻ്റെ അതേ ഒരു കൃത്യമായിരിക്കുന്ന രൂപം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ ഒതുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ. അത് എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അമേരിക്കക്കും ഇസ്രായേലിനും അതിജീവനം എളുപ്പമല്ല. അഥവാ യുദ്ധത്തിൽ വിജയിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനും സാധിക്കില്ല. പിടിച്ചു നിൽക്കാനും വേണ്ടി സാധിക്കില്ല, പിന്മാറാനും വേണ്ടി സാധിക്കില്ല, യുദ്ധത്തിൽ ജയിക്കാനും വേണ്ടി സാധിക്കില്ല. ഒരു തരത്തിലും ഒരു വിജയമുണ്ട് എന്ന് ലോകത്തോട് പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുകയാണ്. കാര്യമെന്ന് പറഞ്ഞത് മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക ബേസ് പരമാവധി തകർന്നിരിക്കുന്നു. അവിടെ കോൺസുലേറ്റിനും എംബസിക്കും വരെ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വളരെ കൃത്യതയോട് കൂടിയിട്ട് എംബസിയും കോൺസുലേറ്റും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം. മിഡിൽ ഈസ്റ്റിൽ എവിടെയും ഇപ്പോൾ അമേരിക്കയുടെ കോൺസുലേറ്റോ എംബസിയോ പ്രവർത്തിക്കുന്നില്ല. മാത്രവുമല്ല 12ഓളം രാജ്യങ്ങളിൽ നിന്ന് അവിടുത്തെ പൗരന്മാരോട് രാജ്യം വിട്ട് പോരാൻ വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് തുറന്നു പറയുകയാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള അമേരിക്കൻ പൗരന്മാർക്ക് സുരക്ഷിത ഒരുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അമേരിക്ക തന്നെ പറയുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരുപാട് അമേരിക്കയുടെ പൗരന്മാരുണ്ട്. അവരോട് പറയുന്നുണ്ട് രാജ്യത്തേക്ക് പെട്ടെന്ന് മടങ്ങണം, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത്. അതിനവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധഭൂമിയാണ് ഇസ്രായേൽ യുദ്ധഭൂമിയാകുന്ന സമയത്ത് അവരൊരു വ്യക്തിയെ കണ്ടെത്തിയിട്ട് സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. എന്നാൽ ഇസ്രായേലിന് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അവർക്കും ചെയ്യാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജനങ്ങൾക്ക് തന്നെ സുരക്ഷിതത്വം ഒരുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അമേരിക്കയുടെ പൗരന്മാർക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്.
ഇപ്പോൾ അമേരിക്കയുടെ ഭൂമിശാസ്ത്രം, ഇറാൻ്റെ ഭൂമിശാസ്ത്രവും ഭൂമിയുടെ ഘടനയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവരിപ്പോൾ വല്ലാത്ത രീതിയിൽ പഠിച്ചു വരികയാണ്. അപ്പോൾ ഇതുവരെ യഥാർത്ഥത്തിൽ ഇറാനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇറാനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്രയും വിപുലമായ രീതിയിലുള്ള അക്രമം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത് എന്ന്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെ, പർവ്വതവും തായ്വാരവും കുന്നിൻ ചെരുവും ഈ ജനവാസമില്ലാത്ത പീഠഭൂമികളാലും സമൃദ്ധമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അവരെ കണ്ടെത്തുക, അതുകൊണ്ട് തന്നെ ഇത്രയും വിശാലമാക്കപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഏതോ കോണിലോ ഏതോ മൂലക്കിലോ ആണ് ഇവരുടെ ആയുധ കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല പ്രത്യേകപരമായ രീതിയിൽ ഇപ്പോൾ നമ്മൾ കുറഞ്ഞ ദിവസത്തിനിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനോ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നില്ല. അബ്ബാസ് അറാഗ്ചി 2-3 ദിവസം മുമ്പ് പറഞ്ഞതാണ്. യുദ്ധം തുടങ്ങിയതിന് പിറ്റേ ദിവസം 1-2 ദിവസം അയാൾ ലൈവിലായിട്ട് പറഞ്ഞു. അതിനുശേഷം സംസാരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർണ്ണമായ രീതിയിൽ സൈനികർക്ക് വിട്ടുകൊടുത്തതാണ്. സൈനികർക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ കമാൻഡിൻ്റെ കീഴിൽ ഇറാൻ്റെ സൈനിക സംവിധാനം പ്രവർത്തിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ വ്യത്യസ്ത മേഖലയിലുള്ള വ്യത്യസ്ത സൈനിക മേധാവികളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. അഥവാ ഇറാൻ എന്ന് പറയുന്ന 31 പ്രവിശ്യയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ 31 സംസ്ഥാനം അങ്ങനെ പറയാം. ഇത്തരം ഈ മേഖലയിലുള്ള ഓരോരോ പ്രവിശ്യക്കും ഓരോരോ സൈനിക കമാൻഡർ. ആ സൈനിക കമാൻഡർമാരുടെ കീഴിലുള്ള ഒരു സംഘത്തിൽ 10 ആൾക്ക് വെച്ചിട്ട് ഒരു സൈനിക കമാൻഡർ വേറെയും, അങ്ങനെ 100 ആൾക്ക് വെക്കുന്ന സമയത്ത് ഒരു സൈനിക കമാൻഡർ. ഈ തരത്തിൽ വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത രൂപത്തിലും ചെതറപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ ക്രോഡീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ്റെ സൈന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രദേശത്ത്, ഉദാഹരണമായി തെഹ്റാനിൽ ഇപ്പോൾ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്ത്, ഇറാൻ്റെ വടക്കോ തെക്കോ ഭാഗത്തുള്ള ഒരു സൈനികർ അവർക്ക് തിരിച്ചാക്രമിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രദേശത്ത്, അത് ഓരോരോ പ്രവിശ്യയും എടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്ന പ്രവിശ്യയിൽ വരുന്ന സമയത്ത് ആ പ്രവിശ്യക്ക് നേരെ ആക്രമണം നടക്കുന്ന സമയത്താണ് അവർക്ക് തിരിച്ചടിക്കേണ്ടത്. ഇതും മറ്റൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഗസയിലെ ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ സാവകാശം തന്നെങ്കിൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ. അതിന് ഉദാഹരണം പറഞ്ഞ കാര്യം ഇതാണ്. വ്യത്യസ്ത ആളുടെ കൈവശത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ബന്ദികളിൽ. എല്ലാവരും 250 ആൾക്കാർ ഒരേ സ്ഥലത്തല്ല. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് അവരായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി റോഡ് കാര്യങ്ങളൊക്കെ തകർന്നു പോയത് കൊണ്ട് ബന്ധപ്പെടാൻ വെച്ചാൽ വലിയ പ്രയാസമാണ്, സമയം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു യുദ്ധത്തിൻ്റെ ഒരു റൂട്ടാണത്. ഇറാനാണ് അതിൻ്റെ തലച്ചോറ് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ യഥാർത്ഥത്തിൽ വലിയ വലിയ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അവിടുത്തെ ഈ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി അദ്ദേഹത്തിൻ്റെ ഉത്തരവാണ്. അപ്പോൾ യുദ്ധം പുറപ്പെട്ട സമയത്ത് തന്നെ അദ്ദേഹം ഈ അധികാരങ്ങൾ സൈനികർക്ക് കൈമാറി. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് സൈനികർ കൈമാറി. അതായത് ഖംനായിയുടെ ഉത്തരവിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്, കൊല്ലപ്പെട്ടു, അതിന് പകരമായിട്ട് മറ്റൊരാൾ വരും. എന്നാലും ഈ ഉത്തരവിൻ്റെ ആവശ്യമില്ല. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സൈനികർക്ക് നേരിട്ടിട്ട് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എവിടെയും അമേരിക്കയെ പിടുത്തം കിട്ടുക. വലിയ ആക്രമണം ഇപ്പോഴും ഈ തലസ്ഥാനമായിരിക്കുന്ന ഇറാൻ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ആണവായുധ മേഖല ഉണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തുന്നുണ്ട്. അവർ ആക്രമിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിപ്പോൾ നടക്കുന്നില്ല. അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതിന് നീരസവും പ്രയാസമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു രീതിയിലേക്ക് ഈ ട്രംപ് അടക്കമുള്ള ഈ ഇസ്രായേലും ട്രംപും കൂടി സംയുക്തമായ രീതിയിലൊക്കെ പുതിയൊരു തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വിമത വിഭാഗമുണ്ട്, കുർദിഷ് വിഭാഗമുണ്ട്. കുർദിഷ് വിഭാഗം എന്ന് പറഞ്ഞാൽ ഇറാനിലുണ്ട്, ഇറാഖിലുണ്ട്, തുർക്കിയിലുണ്ട്. ഇതൊക്കെ അതിർത്തി കേന്ദ്രീകരിച്ച് കൊണ്ട് നിൽക്കുന്നതാണ്. സിറിയയുടെയും ഈ തുർക്കിയുടെയും അതിർത്തിയിലും അങ്ങനെയുണ്ട്, ഇറാഖിൻ്റെ അതിർത്തിയിലുണ്ട്, തുർക്കിയുടെയും സിറിയയുടെ അതിർത്തിയിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കുർദിഷ് വിഭാഗങ്ങളുള്ളത്. അതൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് ആയുധം കൊടുത്തുകൊണ്ട്, അവർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഇറാനിലെ ഇപ്പോഴത്തെ സൈനിക സംവിധാനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം നൽകും എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് അവർക്ക് പ്രാദേശികപരമായ രീതിയിൽ ഒരു പ്രദേശം ഒരു രാജ്യമായിട്ട് വിട്ടുകൊടുക്കും എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ആഗ്രഹിച്ചതാണ്, തുർക്കിയിലൊക്കെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നതാണ് ഈ കുർദിഷ് വിഭാഗം തങ്ങൾ സ്വതന്ത്രമായിരിക്കുന്ന രാജ്യം വേണം എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ കുർദിഷ് വിഭാഗം ഉള്ളത് തുർക്കിയിലാണ്. അപ്പോൾ വലിയ പോരാട്ടവും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഒതുങ്ങിപ്പോയതാണ്. പിന്നെ അവരുടെ ഒരു ഏരിയകളായിട്ട് അവരങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ കുർദിഷ് വിഭാഗത്തോട് ട്രംപ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേകമായിരിക്കുന്ന സ്ഥലമോ രാജ്യമോ തരുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുന്നു എന്നുള്ളത്. എന്നാൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് കൃത്യമാണ്. ഇറാൻ വിഭജിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രതിരോധം, ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനം ഇറാനിലില്ല. ആകെ കൂടി ചൈനയുടെയും റഷ്യയുടെയും പ്രതിരോധമുണ്ട്. ആ പ്രതിരോധം പരമാവധി അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വെടിവെച്ചിടാൻ വേണ്ടി സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. സ്ഥിരീകരണം വന്നിട്ടില്ല, സ്ഥിരീകരണം വരും നമ്മൾ വിചാരിക്കാം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള പ്രതിരോധമുള്ള രാജ്യമാണ്. അവിടെ പ്രതിരോധം ഇറാൻ്റെ മിസൈലുകൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീവർഷം പോലെ, പെരുമഴ പോലെ തന്നെ ഇസ്രായേൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സമയത്ത് മിസൈൽ പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ വലിയ രീതിയിലുള്ള ആശങ്ക അവിടുത്തെ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ ഇസ്രായേലിനെതിരെ പ്രകടിപ്പിക്കുന്നു എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.